ചെറുകളെ, ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കുറച്ച് ഉള്ളി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഉള്ളി കൊണ്ട് എന്തുണ്ടാക്കാന്നല്ലേ, ഒരു ഉള്ളി തീയിൽ നമുക്ക് വെച്ചാലോ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ഒരുപാട് മറ്റേ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് അങ്ങനെയൊന്നും എനിക്ക് വെക്കാൻ ഉണ്ടാക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കറിയാവുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വരുന്ന നമ്മുടെ നാടൻ കറികൾ, അങ്ങനത്തെ കറികളൊക്കെയാണ് എനിക്ക് വെക്കാൻ ഉണ്ടാക്കാനൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഉള്ളി കൊണ്ട്, ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇതിനെ കൊണ്ട് നമുക്കുള്ളൊരു ഉള്ളി തീയിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടത് നല്ല നാടൻ ഉള്ളി, പിന്നെ തേങ്ങ വേണം വറുത്തരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിന് ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് പൊളിച്ച് കഴുകിയെടുക്കാം. ഇച്ചിരി പണിയാണ് ഇതിൽ തൊലി കളയലും കാര്യങ്ങളൊക്കെ, എന്നാലും നമുക്ക് പൊളിച്ച് കഴുകി എടുക്കാം. ഇന്നരിയാൻ വയ്യ കേട്ടോ, അതുകൊണ്ട് ഇരുന്ന് അങ്ങോട്ട് പൊളിക്കാന്ന് വിചാരിച്ചു. മഴവിൽ കൊതുമ്പിലേറി വന്ന പൂനിലാക്കിളി, മഴവിൽ കൊതുമ്പിലേറി വന്ന പൂനിലാക്കിളി. നമ്മൾ ഉള്ളി പൊളിച്ച് ഞാൻ ഇതാ കഴുകി വെച്ചേക്കും കേട്ടോ. ഇത് നമുക്കൊന്ന് കുരുകുരാന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഇത് ഇച്ചിരി സമയം എടുക്കും കേട്ടോ, ഈ തീയിലൊക്കെ വെക്കുമ്പോഴേ. ഉള്ളി തീയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉള്ളിന്നൊക്കെ നന്നാക്കി അത് അരിഞ്ഞു പിടിച്ച് വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. തേങ്ങ വറക്കണം, മൂപ്പിക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളി അരിഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞു. ഞാൻ നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യടേ. കരഞ്ഞു മിണ്ടായിക്ക് പട്ടി കുറയ്ക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്ത് നിന്ന് താകുമ്പത്തേനും കാലിന് ചെറിയ വയ്യായികയൊക്കെ ഉള്ളതൊന്നും അധികം നേരം നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഇരുന്നരിയാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഉള്ളിക്കുട്ടന്മാരെയൊക്കെ നമ്മൾ അരിഞ്ഞിങ്ങനെ വെച്ചേക്കാണ്. ഇത് നമുക്ക് എന്താ ചെയ്യണ്ടേ, നമുക്ക് ഇവനെ വറുത്തെടുക്കാം. ഓക്കെ, ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ കേട്ടോ ചട്ടി. നമ്മുടെ ചട്ടി അങ്ങനെ ഇതാ ചൂടായി. അപ്പൊ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പുറത്തേക്ക് നമ്മുടെ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ വറക്കണമെങ്കിൽ എന്തായാലും സമയം കുറച്ച് കൂടുതൽ എടുക്കുമല്ലോ. വെണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് കടുകിടാം. ഇതിലേക്ക് നമുക്കിനി പ്രത്യേകിച്ച് അങ്ങനെ താളിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കടുകെല്ലാം പൊട്ടിച്ചിട്ടാണ് അതിനകത്തോട്ട് ഇടുന്നത് കേട്ടോ. കടുക് പൊട്ടുമ്പോൾ മൂടി വെക്കുന്നത്, ഇങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. മുഖത്തിന്റെ ഷേപ്പ് മാറാതിരിക്കും, അല്ലെങ്കിൽ മുഖത്തൊക്കെ നല്ല പുള്ളിക്കുത്തൊക്കെ വരും. തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് വറുക്കാനേ. ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടേ, ഈ കൊഴുപ്പൊക്കെ ആവാനായിട്ടാണ് ഒരു തേങ്ങ എടുത്തേക്കുന്നത്.
ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സാമ്പാർ പുളി പിഴിപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി സ്ഥിതിക്ക് നമ്മുടെ ഉള്ളിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വേപ്പിലയും. ഇനി ഉള്ളി ഒന്ന് മൂക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. നമ്മുടെ തേങ്ങ ഇതാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഉണക്കമുളകില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണു. ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, മുഴുവൻ മുളക്. അത് അരച്ചാൽ മതി. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഒരു തുള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മതി. പിന്നെ ഒരു ലേശം മല്ലിപ്പൊടി. ഇവനെയും കൂടെ നമുക്കൊന്ന് ഇളക്കാം. അങ്ങനെ നമ്മളിത് അരച്ചു. ഞാൻ മിക്സിക്കകത്തൊന്നും അരച്ചത്. അയച്ചപ്പോ നമ്മുടെ അടപ്പ് അടച്ചപ്പോ അത് അടഞ്ഞില്ല. അതെല്ലാം കൂടെ തെറിച്ച് എന്റെ ദേഹത്ത് വീണു. ഭാഗ്യത്തിന് കണ്ണിലൊന്നും വീണില്ല, പക്ഷെ കഴുത്തലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി പോയി കുളിക്കണം, ഇത് മാറിയിടണം. എന്റെ നല്ല ഡ്രസ്സായിരുന്നു, വെള്ളം മൊത്തം പറ്റിപ്പോയി. ഇതുണ്ട് ഭാഗ്യത്തിന് തെറിച്ച് എന്റെ കണ്ണിലൊന്നും വീണില്ല. അപ്പൊ നിങ്ങളിൽ കുറെ ആൾക്കാർ ഇത് പറയുമ്പോ പറയും, ഇപ്പൊ അത് പൊട്ടി അവളെ കണ്ണിൽ അവളെ ദേഹത്തൊന്ന് വീണില്ലെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ വീണില്ല കൈ. അപ്പൊ ഇതേ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തിട്ടുണ്ടേ. അപ്പൊ ഇതിലേക്ക് ഞാനിത് ഇതിട്ട് എടുക്കാൻ പോകാം നമ്മൾ അരപ്പ്. ഉപ്പില്ല കേട്ടോ, ഉപ്പിടട്ടെ.
ഇത് നമ്മുടെ പുളിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കറി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ എത്ര നാളെ വെള്ളം ചീത്തയാവാതെ ഇരിക്കുന്ന കറിയാണ് ഇതൊക്കെ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ചീത്തയാവത്തില്ല പണ്ടത്തെ കാലത്തൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിലൊക്കെ വെക്കണം തോന്നുന്നു. കാരണം നമ്മുടെ കാലാവസ്ഥയൊക്കെ ഭയങ്കര വ്യത്യാസമല്ലേ. ഞാൻ പുളിയൊക്കെ ഇട്ടു, ഉപ്പൊക്കെ ഇട്ടു. ഇനി ഉപ്പൊക്കെ നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിടാലോ. എന്ത് സാധനം നമ്മൾ എല്ലാം കുറച്ചിടുക. നമുക്ക് പോരാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൂട്ടിയിടാൻ പറ്റും. പക്ഷെ കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ ഭയങ്കര പാടാ. കൊള്ളാം, അടിപൊളി. തിളക്കട്ടെ കേട്ടോ നന്നായിട്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വറുത്തരച്ച തീയല്. ഇതുപോലെ തന്നെ നമുക്ക് വഴുതനങ്ങ, വെണ്ടയ്ക്ക എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വറുത്തരച്ച് വെക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ പോയി ഒന്ന് ഊരി കളഞ്ഞ് കുളിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.